സംഘടനകൾക്ക് ഭക്ഷണ വിതരണത്തിന് തടസ്സമില്ല. വൈറ്റ് ഗാർഡിന്റെ പരാതി പരിശോധിക്കുമെന്ന് മുഹമ്മദ് റിയാസ്. ദുരന്തബാധിത പ്രദേശത്ത് ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ തടസ്സമില്ലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഭക്ഷണം പരിശോധിച്ചു കൊടുക്കണമെന്നതിൽ തർക്കമില്ല. വിതരണം ചെയ്യുന്നവരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നില്ല. സംഘടനകൾക്ക് ഭക്ഷണ വിതരണത്തിന് തടസ്സമില്ല എന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഭക്ഷണവുമായി പോകുമ്പോൾ പോലീസ് തടഞ്ഞെന്ന ആരോപണം വൈറ്റ് ഗാർഡ് ഉയർത്തിയിരുന്നു. ഇതിലാണ് മന്ത്രിയുടെ പ്രതികരണം. ക്ഷേത്രത്തിന്റെ മതിലിടിഞ്ഞു വീണ് 8 കുട്ടികൾക്ക് ദാരുണാന്ത്യം. ക്ഷേത്രത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണ് 8 കുട്ടികൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. മധ്യപ്രദേശിലെ സാഗർ ജില്ലയിൽ ഇന്ന് രാവിലെയാണ് ക്ഷേത്രത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണത്. ഷാക്പൂരിലെ ഹർദൌൾ ബാബ ക്ഷേത്രത്തിലെ മതപരമായ ചടങ്ങിനിടെയാണ് സംഭവം. പരിക്കേറ്റ കുട്ടികളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് രക്ഷാപ്രവർത്തനം നടത്തി. സംഭവത്തിൽ അതിയായ വേദനയുണ്ടെന്ന് മുഖ്യമന്ത്രി മോഹൻ യാദവ് പറഞ്ഞു. പരിക്കേറ്റവർ ഉടൻ സുഖം പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുട്ടികളെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുന്നു. ഓരോ കുടുംബത്തിന് 4 ലക്ഷം രൂപ വീതം സർക്കാർ സഹായം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു മാസത്തെ ശമ്പളം വയനാടിന് നൽകാനൊരുങ്ങി UDF MLA-മാർ. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരുടെ പുനരധിവാസത്തിന് UDF MLA-മാർ 1 മാസത്തെ ശമ്പളം വയനാടിന് നൽകുമെന്ന് ഉറപ്പു നൽകി പ്രതിപക്ഷ നേതാവ്. വയനാടിന്റെ പുനർനിർമ്മാണത്തിന് UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും വരുമാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കും അനാഥരായ കുട്ടികൾക്കും ഒപ്പം നിൽക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വയനാട് ദുരന്തത്തെ തുടർന്ന് അമ്മമാരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ദമ്പതികൾ സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ടതിന് താഴെ അശ്ലീല കമന്റിട്ട ആളെ നാട്ടുകാർ കൈകാര്യം ചെയ്തു. പേരാവൂർ പെരുമ്പുന്ന സ്വദേശിയാണ് നാട്ടുകാർ പ്രൊഫൈൽ വെച്ച് തേടിപ്പിടിച്ച് കൈകാര്യം ചെയ്തത്. കമന്റിന് സമൂഹമാധ്യമത്തിൽ തന്നെ ചുട്ട മറുപടി കിട്ടിയതിന് പുറമെയാണിത്. സംഭവം സമൂഹമാധ്യമങ്ങളിലും ചർച്ചയായി. അർജുന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് മുഖ്യമന്ത്രി. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ വീട്ടിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലാണ് മുഖ്യമന്ത്രി എത്തിയത്. ബന്ധുക്കളുമായി സംസാരിച്ച ശേഷം മുഖ്യമന്ത്രി മടങ്ങി. ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി അർജുന്റെ സഹോദരി പ്രതികരിച്ചു. തിരച്ചിൽ അനിശ്ചിതാവസ്ഥയിലാണ്. മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും സഹോദരി പ്രതികരിച്ചു.